ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ദി അൺറീച്ച്ഡ് ഈഡൻ TV ഒരുക്കുന്ന സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ ശാം സ്കൂൾ പ്രോഗ്രാമിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാം ഈ ഒരു ക്വാർട്ടർ മുഴുവൻ വൻ പോരാട്ടം അല്ലെങ്കിൽ വൻ വിവാദം എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം അതിൻ്റെ 7ാമത്തെ പാഠം പഠിക്കുകയാണ്. പാഠത്തിൻ്റെ ഹെഡിങ് പ്രത്യാശയിൽ പ്രചോദനം. പ്രത്യാശയിൽ പ്രചോദനം. മനപ്പാഠവാക്യം യെശയ്യാവിൻ്റെ പ്രവചനം 25-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ് മനപ്പാഠവാക്യം. യെശയ്യാവിൻ്റെ പ്രവചനം 25-ാം അധ്യായം 9-ാമത്തെ വാക്യം അതിപ്രകാരം പറയുന്നു: അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെ എത്രയും നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും. അവൻ തന്നെ യഹോവ, അവനെ എത്രയും നാം കാത്തിരുന്നത്, അവൻ്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിക്കാം, സന്തോഷിക്കാം എന്നവർ പറയും. യെശയ്യാവിൻ്റെ പ്രവചനം 25-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ് നാം മനപ്പാഠവാക്യമായി പഠിക്കുന്നത്. അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെ എത്രേ നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും. കാരണം അവൻ നമ്മുടെ യഹോവ, അവനെ എത്രയും നാം കാത്തിരുന്നത്. അതുകൊണ്ട് അവൻ്റെ രക്ഷയിൽ മനപ്പാഠവാക്യം പറയുന്നത് നമുക്ക് ആനന്ദിക്കാം, സന്തോഷിക്കാം എന്നെല്ലാ വിശുദ്ധന്മാരും ചേർന്ന് പറയും എന്ന് പ്രവാചകനായ യെശയ്യാവ് ഇവിടെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഇന്നത്തെ പാഠത്തിൽ പ്രത്യാശയിൽ പ്രചോദനം, മോട്ടിവേറ്റഡ് ബൈ ഹോപ്പ്. മോട്ടിവേറ്റഡ് ബൈ ഹോപ്പ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവിനെക്കുറിച്ചും അതിൽ പ്രത്യാശയോടുകൂടി കാത്തിരിക്കുന്നതായ ദൈവജനത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചൊക്കെ ഇന്നത്തെ പാഠത്തിൽ പഠിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നാം ബൈബിളിൻ്റെ കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് യേശുവിൻ്റെ 2ാം വരവാണ്. നമ്മുടെ തിരുവെഴുത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്ര വിഷയം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര വിഷയം യേശുവിൻ്റെ 2ാം വരവാണ്. ഓരോ താളുകൾ നാം മറിക്കുമ്പോൾ, ബൈബിളിൻ്റെ ഓരോ താളുകളും നാം മറിക്കുമ്പോൾ അതിലെല്ലാം പ്രതിപാദിക്കുന്ന ഒരു വിഷയം കർത്താവിൻ്റെ മടങ്ങി വരവാണ്. നാം പഴയ നിയമം വായിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് ഏകദേശം 1845 പരാമർശങ്ങൾ യേശുവിൻ്റെ 2ാം വരവിനെക്കുറിച്ച് പറയുന്നു. കൂടാതെ പുതിയ നിയമം നാം വായിക്കുമ്പോൾ അതിൽ 27 പുസ്തകങ്ങളിൽ ആകെയുള്ള 260 അധ്യായങ്ങളിൽ 300 പ്രാവശ്യം യേശുവിൻ്റെ 2ാം വരവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. പുതിയ നിയമത്തിൽ ലേഖകൻ പറയുന്നത് ഓരോ 25 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ യേശുവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. കൂടാതെ 27 പുതിയ നിയമ പുസ്തകങ്ങളിൽ 23 പുസ്തകങ്ങളിലും കർത്താവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പോൾ നാം നവീകരണ കാലഘട്ടത്തെക്കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിൽ ആരംഭിച്ചതായ നവീകരണ കാലഘട്ടം പിന്നീട് അത് അമേരിക്കയിലേക്ക് ചേക്കേറിയെന്നും അവിടെ അറിയപ്പെട്ടതായ നവീകരണ കർത്താക്കൾ യേശുവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ചുള്ള വലിയ സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനത്തോട് സുവിശേഷിച്ചതായി പറയുന്നു. അങ്ങനെ അമേരിക്കയിൽ ഈ സത്യം വിളിച്ച് ഘോഷിച്ചതായ അറിയപ്പെടുന്ന സുവിശേഷകനായ വില്യം മില്ലറിനെ കുറിച്ച് നാം ഇന്നത്തെ പാഠത്തിൽ പഠിക്കും. മെത്തഡിസ്റ്റ് അല്ലെങ്കിൽ ബാപ്റ്റിസ്റ്റ് സഭയിലെ അംഗമായ വില്യം മില്ലർ കർത്താവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് പൂർണ്ണമായി വിശ്വസിക്കുകയും താൻ ജീവിക്കുന്ന കാലത്ത് തന്നെ അത് സംഭവിക്കുമെന്ന് അദ്ദേഹം പഠിപ്പിക്കുകയും ചെയ്തു. ഇന്നത്തെ പാഠത്തിൽ അദ്ദേഹം നടത്തിയതായ പഠനങ്ങളെക്കുറിച്ചും അതിലെ പോരായ്മകളെക്കുറിച്ചും ഇന്നത്തെ പാഠത്തിൽ പഠിക്കും. എങ്കിലും പൊതുവിൽ ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനായി നൂറ്റാണ്ടുകളായി കാത്തിരിക്കുന്നതായ ദൈവജനത്തിൻ്റെ സന്തോഷത്തെക്കുറിച്ചും ആ മഹത്തായ സംഭവം നടക്കുമ്പോൾ നാം എപ്രകാരം അതിനുവേണ്ടി ഒരുങ്ങണമെന്നും ഒരുങ്ങിയിരിക്കണമെന്നും ഇന്നത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ തിരുവെഴുത്തിലെ കേന്ദ്ര വിഷയമായ യേശുവിൻ്റെ 2ാം വരവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിഷയമാണ് ഈ പാഠം. ഈ പാഠം മുഴുവൻ നാം പഠിക്കുമ്പോൾ ബൈബിൾ തിരുവെഴുത്ത് നാം അടിസ്ഥാന വിശ്വാസമായി പഠിക്കുന്നതോടൊപ്പം തന്നെ എലൻ ജി വൈറ്റ് എഴുതിയതായ വൻ പോരാട്ടം എന്ന പുസ്തകം കൂടെ
ഒരു വഴികാട്ടിയായി, ഒരു ഗൈഡായിട്ട് ഈ പാഠങ്ങൾ പഠിക്കുമ്പോൾ നമ്മെ സഹായിക്കുന്നു. അതുകൊണ്ട് ഈ വലിയ മനോഹരമായ ഈ പാഠത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ഞായറാഴ്ച പഠിക്കുന്ന ഹെഡിങ് യേശുവിൻ്റെ തിരിച്ചുവരവിൻ്റെ വാഗ്ദാനം. യേശുവിൻ്റെ തിരിച്ചുവരവിൻ്റെ വാഗ്ദാനം. ആമുഖത്തിൽ പറയുന്നത് ബൈബിളിലെ ഓരോ പ്രവചനങ്ങൾ നവീകരണകർത്താക്കൾ പഠിച്ചപ്പോൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു എത്രയും പെട്ടെന്ന് മടങ്ങി വരുമെന്നും അവർ ജീവിക്കുന്ന കാലത്ത് തന്നെ കർത്താവ് വരുമെന്നും അവർ പ്രതീക്ഷിച്ചു. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോട് തന്നെ അന്ന് ജീവിച്ചിരുന്നതായ നവീകരണ കർത്താക്കൾ, നവോത്ഥാന കർത്താക്കളൊക്കെയും അങ്ങനെ വിശ്വസിക്കുകയും അതിനെക്കുറിച്ച് ധൈര്യത്തോടെ ജനത്തോട് പ്രസംഗിക്കുകയും ചെയ്തു. അതിലറിയപ്പെട്ടതായ ജോഹാൻ ആൽബ്രട്ട് ബെങ്കൽ, കൂടാതെ ജർമ്മനിയിലെ മനുവൽ ലെക്കുൻസ, അമേരിക്കയിലെ വില്യം മില്ലർ, അതുപോലെ ജോസഫ് വൂൾഫ്, അങ്ങനെ അറിയപ്പെടുന്ന അനേക പരിഷ്കർത്താക്കൾ, നവീകരണ പരിഷ്കർത്താക്കൾ കർത്താവിൻ്റെ മടങ്ങി വരവ് അവർ ജീവിച്ച കാലഘട്ടത്തിൽ തന്നെ 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ തന്നെ സംഭവിക്കുമെന്ന് അവർ ജനത്തോട് സുവിശേഷിച്ചു. അങ്ങനെ അനേക പരിഷ്കർത്താക്കൾ കർത്താവിൻ്റെ വരവിനെ ആകാംക്ഷയോടെ കാത്തിരുന്നു. പ്രത്യേകിച്ചും നമ്മുടെ പാഠത്തിൽ പറയുന്നത് ജോൺ വിക്ലിഫ്, അറിയപ്പെടുന്നതായ പ്രൊട്ടസ്റ്റന്റ് നവീകരണ കർത്താവായ ജോൺ വിക്ലിഫ് പറയുന്നത് കർത്താവിൻ്റെ മടങ്ങി വരവ് നമ്മുടെ സഭയുടെ പ്രത്യാശയായിട്ട് അതിനെ വിവരിക്കുന്നു. ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനെ സഭയുടെ ഏറ്റവും വലിയ മഹത്വകരമായ പ്രത്യാശ അല്ലെങ്കിൽ അനുഗ്രഹീതമായ പ്രത്യാശയായിട്ട് ഇവിടെ ജോൺ വിക്ലിഫ് അതിനെ സാക്ഷീകരിക്കുന്നു. അതുകൊണ്ട് ജോൺ വിക്ലിഫിനോടൊപ്പം തന്നെ അനേകർ പരിഷ്കർത്താക്കൾ കർത്താവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് ധൈര്യത്തോടെ ലോകത്തോട് സംസാരിച്ചു. ആഫ്രിക്കയിലും ഈജിപ്തിലും ഏഷ്യയിലും പാലസ്തീനിലും സിറിയയിലും പേർഷ്യയിലും നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിലും കർത്താവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഇവിടെ പറയുന്നത് യേശുവിൻ്റെ മടങ്ങി വരവ് അനുഗ്രഹീതമായ പ്രത്യാശയാണ്, മഹത്വകരമായ പ്രത്യാശയാണ്. അതുകൊണ്ട് അത് സന്തോഷത്തോടെ സ്വീകരിക്കേണ്ടതാണ് എന്നാണ് ലേഖകൻ പറയുന്നത്. യേശുവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് ദൈവമക്കൾ സന്തോഷത്തോടെ സ്വീകരിക്കണം. കാരണം അതിൽ ഭയപ്പെടേണ്ട കാര്യമല്ല. ദൈവമക്കൾ അത് ഭയപ്പെടേണ്ട ഒന്നല്ല, മറിച്ച് കർത്താവിൻ്റെ മടങ്ങി വരവ്, രണ്ടാം വരവിനെ അതീവ സന്തോഷത്തോടെ സ്വീകരിക്കേണ്ട ഒന്നാണ് എന്ന് ലേഖകൻ പറയുന്നു. എന്തുകൊണ്ട് ഈ നൂറ്റാണ്ടുകളിൽ 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആ നൂറ്റാണ്ടുകൾ ക്രിസ്ത്യാനികൾ ഇത്രയും പ്രത്യാശ നൽകിയത് എന്തുകൊണ്ട്? അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഇത്രമാത്രം പ്രത്യാശയോടുകൂടി കാത്തിരിക്കുവാനുള്ള കാരണമെന്ത്? വാക്കുകൾ ശ്രദ്ധിക്കുക. കർത്താവിൻ്റെ മടങ്ങി വരവിനെ, രണ്ടാം വരവിനെക്കുറിച്ച് ഇത്രമാത്രം 19-ാം നൂറ്റാണ്ടിൽ ദൈവമക്കൾ കാത്തിരിക്കുവാനുള്ള പ്രത്യേകത എന്ത്? ഇവിടെ യോഹന്നാൻ്റെ ലേഖനം, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു വാക്യമാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ. എന്താ ബാക്കി പറയുന്നത്? ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇതാണ് മഹത്വകരമായ പ്രത്യാശ. ഈ പ്രത്യാശയ്ക്കാണ് ദൈവമക്കൾ സന്തോഷത്തോടെ കാത്തിരിക്കുന്നത്. വീണ്ടും 1 തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 13 മുതൽ 18 വരെ, 1 തെസ്സലോനിക്കരുടെ ലേഖനം 4-ാം അധ്യായം 13 മുതൽ 18 വരെ പൗലോസ് പറയുന്നു, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെ ആകില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളോട് പറയുന്നു. വീണ്ടും 16-ാം വാക്യം പറയുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും
ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഒരുമിച്ച് മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. ഇതെല്ലാം നമ്മെ ധൈര്യപ്പെടുത്തുന്ന വചനങ്ങളാണ്. പ്രത്യാശയിൽ നിലനിൽക്കുവാൻ നമ്മെ ധൈര്യപ്പെടുത്തുന്ന വചനങ്ങളാണ് ഈ വായിക്കുന്ന വചനങ്ങൾ. കൂടാതെ തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 11 മുതൽ 14 വരെ, തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 11 മുതൽ 14 വരെ ഇവിടെ പറയുന്നത്, പൗലോസ് പറയുന്നു, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്, ഇനി വായിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക, ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണം? ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് ഈ വാക്യങ്ങളെല്ലാം നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു എന്ന് പൗലോസ് പറയുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി നമ്മെ തന്നെ ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ജീവനെ നൽകി എന്നിവിടെ പറയുന്നു. അല്ലേ? തീത്തോസ് വ്യക്തമായി പറയുകയാണ്, നാം ഒരു ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി കാത്തിരിക്കേണ്ടവരാണ്. നാം സന്തോഷമുള്ള ഒരു ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി കാത്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിനെ നാം ഭയപ്പെടേണ്ട ഒന്നല്ല എന്ന് പറയുന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും ഒക്കെ വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിക്കണമെന്നും സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു ജനമായി തങ്ങളെ തന്നെ ശുദ്ധീകരിക്കണമെന്നും പൗലോസ് തീത്തോസിൻ്റെ ലേഖനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ എന്ന് പറയാൻ കാര്യം? കർത്താവിൻ്റെ 2-ാം വരവിനെ നാം സന്തോഷത്തോടെ സ്വീകരിക്കണമെന്ന് പറയുവാനുള്ള കാരണമെന്ത്? ഇവിടെ പറയുന്നത്, കർത്താവിൻ്റെ 2-ാം വരവിൽ യേശു നമ്മെ ചേർക്കുവാൻ വരുമ്പോൾ അത് ചിലതിൻ്റെ എല്ലാം അവസാനമായിരിക്കും. ലേഖകൻ പറയുന്നു, രോഗത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും മരണത്തിൻ്റെയും അവസാനമായിരിക്കും. കർത്താവിൻ്റെ 2-ാം വരവ് ദാരിദ്ര്യത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും അനീതിയുടെയും അവസാനമായിരിക്കും. കർത്താവിൻ്റെ 2-ാം വരവ് കലഹത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും അവസാനമായിരിക്കും. മറിച്ച് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്വർഗത്തിൽ കൂട്ടായ്മ ആചരിക്കുന്ന വലിയ മഹാസന്തോഷത്തിൻ്റെ ഒരു ദിവസമായിരിക്കുമെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ദൈവമക്കൾ ഇത്രയും അധികം സന്തോഷത്തോടെ ആ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് കാത്തിരിക്കുന്നത് എന്ന് ലേഖകൻ പറയുന്നു. അതുകൊണ്ട് തെസ്സലോനിക്കയിലെ ജനങ്ങൾ വളരെ ദുഃഖിച്ചു, അല്ലേ? ജീവിതത്തിൽ മരണം വന്നപ്പോൾ, അവരോടൊപ്പം കാത്തിരുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ മരണം വന്നപ്പോൾ തെസ്സലോനിക്ക ജനങ്ങൾ ദുഃഖിച്ചു, അല്ലേ? അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിദ്രയിൽ കൊള്ളുന്നവരെക്കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുത്. യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ നിദ്ര കൊള്ളുന്നവരും എന്തു ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും, അല്ലേ? അതുകൊണ്ട് കർത്താവ് നമ്മെ ചേർക്കുവാൻ വരുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. അതുകൊണ്ട് അന്നത്തെ കാലത്ത് കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ 2-ാം വരവിൽ പ്രിയം വെച്ചതായ ദൈവമക്കൾ മരിക്കുമ്പോൾ തെസ്സലോനിക്കയിലെ ജനങ്ങൾ കരഞ്ഞു, ദുഃഖാർത്ഥരായി തീർന്നു. അതുകൊണ്ട് അവരെ പൗലോസ് ഉപദേശിക്കുകയാണ്, അല്ലേ? നിങ്ങൾ മരിച്ചാലും ജീവിക്കും, കർത്താവിൻ്റെ വരവിൻ നാളിൽ മരിച്ചാലും ജീവിക്കും എന്നുള്ളൊരു വലിയൊരു പ്രത്യാശ പൗലോസ് അപ്പോസ്തലൻ നൽകുന്നു. അതുകൊണ്ട് ഈ പാഠത്തിൻ്റെ ലാസ്റ്റ് നമുക്കൊരു വലിയൊരു ധൈര്യം പൗലോസ് നമ്മോട് പറയുന്നു. എന്താണ് കർത്താവ് പറയുന്ന, പൗലോസ് പറയുന്ന ഉപദേശം? 1 കൊരിന്ത്യർ 15-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വേദവാക്യങ്ങൾ പറയുന്നത്, മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് ആരായി മാറും? ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളായി മാറും. അതുകൊണ്ട് മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ, വചനം പറയുന്നു, മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നാം നമ്മുടെ പ്രസംഗവും നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രത്യാശയും എല്ലാം
വ്യർത്ഥമത്രേ, നിങ്ങളിന്നും നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നൽകിയിരിക്കുന്ന പ്രത്യാശ, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു, അല്ലേ? നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു, അവൻ വീണ്ടും വരും എന്ന മഹത്വകരമായ തിരിച്ചുവരവിൻ്റെ ആ വാഗ്ദത്തം, അല്ലേ? ആ തിരിച്ചുവരവിൻ്റെ വാഗ്ദത്തം നമ്മോട് ധൈര്യപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്, ഉറച്ചു നിൽപ്പീൻ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, കാരണം നമ്മുടെ കർത്താവ് നമുക്കായി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. അതുകൊണ്ടാണ് തീത്തോസ് പറയുന്നത്, ഇത് ഭാഗ്യകരമായ പ്രത്യാശയാണ്, ഇത് അനുഗ്രഹീതമായ പ്രത്യാശയാണ് എന്നാണ് ഞായറാഴ്ചത്തെ പാഠത്തിൽ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. തിങ്കളാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. തിങ്കളാഴ്ച പഠിക്കുന്ന ഹെഡിങ് സമയം പ്രതീക്ഷിക്കുന്നു. തിങ്കളാഴ്ച പഠിക്കുന്ന ഹെഡിങ് സമയം പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ യേശു എങ്ങനെയാണ് വരുന്നത്, ആ സമയത്തെക്കുറിച്ച്, പ്രതീക്ഷിക്കുന്ന സമയത്തെക്കുറിച്ച് തിങ്കളാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ ആമുഖത്തിൽ പറയുന്നത്, പ്രൊട്ടസ്റ്റൻ്റ് നവീകരണ കർത്താക്കൾ നാം നേരത്തെ പറഞ്ഞതുപോലെ 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ നമ്മുടെ കർത്താവ് രണ്ടാമത് വീണ്ടും വരുമെന്ന് സുവിശേഷിക്കുവാൻ തുടങ്ങി. അപ്പോൾ അന്നത്തെ അറിയപ്പെട്ടതായ വില്യം മില്ലറാണെങ്കിലും ജോസഫ് വൂൾഫാണെങ്കിലും അങ്ങനെ അറിയപ്പെട്ട സുവിശേഷകർ കർത്താവ് 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ വരുമെന്ന് സംസാരിച്ചു. കൂടാതെ അവർ പറഞ്ഞത്, ക്രിസ്തു ഈ ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കുമെന്നും അങ്ങനെ 1000 വർഷം സമാധാനമായിരിക്കുമെന്നും അവർ പഠിപ്പിച്ചു. ക്രിസ്തു ഈ ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കുമെന്നും കർത്താവിൻ്റെ വരവിന് മുമ്പ് തന്നെ 1000 വർഷം ഈ ലോകത്ത് സമാധാനമായിരിക്കുമെന്നും ചിന്തിച്ചു. അപ്പോൾ ആ ഒരു പഠിപ്പീര് കാരണം ലേഖകൻ പറയുന്നത്, ജനം ആത്മീയ അലസതയിലേക്കും ആത്മീയ മൂല്യങ്ങളോടുള്ള നിസ്സംഗതയിലേക്കും അല്ലെങ്കിൽ താല്പര്യമില്ലായ്മയിലേക്കും ജനം മാറി എന്ന് ലേഖകൻ പറയുന്നു. അപ്പോൾ അന്നത്തെ ഒരു പഠിപ്പീര് എന്ന് പറയുന്നത്, 1000 വർഷം കർത്താവ് വരുന്നതിന് മുമ്പ് 1000 വർഷം ഈ ഭൂമിയിൽ സമാധാനമായിരിക്കുമെന്നും ക്രിസ്തു ഈ ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കുമെന്നും എന്ന് ജനത്തെ പഠിപ്പിച്ചപ്പോൾ ജനം ഇവിടെ ലേഖകൻ പറയുന്നത് ഒരു ആത്മീയ അലസതയിലേക്കും കൂടാതെ ആത്മീയ മൂല്യങ്ങളോടുള്ള നിസ്സംഗതയിലേക്കും അവരെ അത് വഴി നയിച്ചു എന്ന് പറയുന്നു. കൂടാതെ നമ്മുടെ ശിഷ്യന്മാരും ഒരു തെറ്റിദ്ധാരണയിൽ വീണുപോയതായിട്ട് ഇവിടെ പറയുന്നു. ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് അവർക്കൊരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. ശിഷ്യന്മാർ വിചാരിച്ചത്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്യുന്ന ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. ഈ ഒരു വാഗ്ദത്തം അവർ കേട്ടപ്പോൾ അവരുടെ കർത്താവ് പെട്ടെന്ന് വരുമെന്നും റോമൻ ആധിപത്യത്തിൽ നിന്ന് അല്ലെങ്കിൽ റോമൻ അടിമത്വത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുമെന്നും നമ്മുടെ കർത്താവ് ഒരു സേനാപതിയായി മടങ്ങി വരുമെന്നും ശിഷ്യന്മാർ വിചാരിച്ചു. അതും അവരുടേതായ ഒരു തെറ്റിദ്ധാരണയായിരുന്നു, ശിഷ്യന്മാരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. അപ്പോൾ അവരും വചനത്തിൽ പരാജയപ്പെട്ടതായിട്ട് ഇവിടെ പറയുന്നു. അതുകൊണ്ട് തിങ്കളാഴ്ചത്തെ പാഠത്തിൽ നമ്മോട് ചോദിക്കുന്ന ചോദ്യം, നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ രീതിയെക്കുറിച്ച് നാം വായിക്കുവാൻ പോകുന്ന വാക്യങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത്? നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ രീതിയെക്കുറിച്ച് നാം വായിക്കുവാൻ പോകുന്ന വാക്യങ്ങൾ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 9 മുതൽ 11 വരെ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 9 മുതൽ 11 വരെ അതിപ്രകാരം പറയുന്നു, ഇത് പറഞ്ഞ ശേഷം അവർ കാണെ നമ്മുടെ കർത്താവ് ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. എന്നിട്ട് പറയുകയാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. അല്ലേ? കർത്താവിൻ്റെ വരവിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ വീണ്ടും വരും.
വെളിപാടിൻ്റെ പ്രവചനം 1-ാം അധ്യായം 7-ാം വാക്യം പറയുന്നത്, ഇതാവൻ മേഘാരുടനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും എന്നിവിടെ പറയുന്നു. വീണ്ടും മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 27-ാം വാക്യം പറയുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 27-ാം വാക്യം എല്ലാവർക്കും അറിയുന്നൊരു വചനമാണ്. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും എന്ന് പറയുന്നു, അല്ലേ? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 27-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു തരുന്നു. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും. അതുപോലെ 24-ാം അധ്യായം 30-31 വാക്യങ്ങൾ, അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടിയാളം ആകാശത്ത് വിളങ്ങും, അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും വരുന്നത് കാണും എന്ന് പറയുന്നു. അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടി അയക്കും. അവർ അവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും എന്നിവിടെ പറയുന്നു. അപ്പോൾ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയിലും വെളിപാടിൻ്റെ പ്രവചനത്തിലും മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ലേഖകൻ പറയുന്നത് യേശുവിൻ്റെ ആദ്യ വരവ്, ബെത്ലഹേമിൽ ഒരു ശിശുവായി ജനിച്ചതായ ആദ്യ വരവ് എല്ലാവരും തിരിച്ചറിഞ്ഞില്ല. പക്ഷേ കർത്താവിൻ്റെ 2-ാം വരവ് ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും എന്നിവിടെ പറയുന്നു. അപ്പോൾ എല്ലാവരും കാണുകയാണ് നമ്മുടെ കർത്താവ് രണ്ടാമത് വരുന്നത്. ഓരോ ചെവിയിലും കർത്താവിൻ്റെ വരവിൻ്റെ കാഹള ശബ്ദം കേൾക്കും എന്ന് പറയുന്നു. ഓരോ മനുഷ്യനും ഭൂമിയിലായിരിക്കുമ്പോൾ ആ മഹത്വം ദർശിക്കും എന്നിവിടെ പറയുന്നു, അല്ലേ? അപ്പോൾ തിരുവെഴുത്ത് വ്യക്തമായിട്ട് നമ്മെ മനസ്സിലാക്കി തരും. അതുകൊണ്ട് ഏറ്റവും ഗൗരവമേറിയതും ഏറ്റവും മഹത്തായതുമായ ഒരു വലിയ സത്യമാണ്, അല്ലെങ്കിൽ വലിയൊരു പ്രവൃത്തിയാണ് യേശുവിൻ്റെ 2-ാം വരവ്. അതുകൊണ്ട് ലേഖകൻ നമ്മെ മനസ്സിലാക്കി തരുന്നത്, നാം ആ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മരണ താഴ്വരയിലൂടെ, കൂരിരുൾ താഴ്വരയിലൂടെ നാം കടന്നു പോകുന്നു എന്നിവിടെ പറയുന്നു, അല്ലേ? നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവിൻ്റെ 2-ാം വരവാണ്. ഇവിടെ നഷ്ടപ്പെട്ടു പോയതായ ഏദൻ പർദീസ, ആദി മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു പോയതായ ആ ഏദൻ പർദീസ തിരികെ കിട്ടുന്ന ഒരു അനുഭവമാണ് കർത്താവിൻ്റെ 2-ാം വരവ്. അതുകൊണ്ട് ആദ്യകാല അഡ്വന്റിസ്റ്റ് നേതാവായ ഒരു യുവാവിനെ കുറിച്ച് പറയുന്ന ലൂതർ ആദ്യകാല അഡ്വന്റിസ്റ്റ് നേതാവായ ലൂതർ വാറൻ യുവജനങ്ങളോട് പറഞ്ഞൊരു വചനമുണ്ട്. യുവജനങ്ങളോട് പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ വരവിന് തയ്യാറാകാനുള്ള ഒരു മാർഗത്തെക്കുറിച്ച് ഈ അഡ്വന്റിസ്റ്റ് നേതാവായ ലൂതർ വാറൻ പറയുണ്ടായി. ക്രിസ്തുവിൻ്റെ വരവിന് തയ്യാറാകാനുള്ള മാർഗം എന്താണ്? ക്രിസ്തുവിൻ്റെ വരവിന് തയ്യാറാകാനുള്ള മാർഗം എന്താണ്? ഈ നേതാവ് പറയുന്നത്, ലൂതർ വാറൻ എന്ന് പറയുന്ന അഡ്വന്റിസ്റ്റ് നേതാവ് പറയുന്നത്, ഒരുങ്ങുക, ഒരുങ്ങി നിൽക്കുക. ഒരുങ്ങുക, ഒരുങ്ങി നിൽക്കുക. അതാണ് പാഠത്തിൻ്റെ ഹെഡിങ്. സമയം പ്രതീക്ഷിക്കുന്നു, സമയം പ്രതീക്ഷിക്കുന്നു. കാരണം എപ്പോൾ വരുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയുവാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ഏക പോംവഴി എന്ന് പറയുന്നത് എല്ലാ സമയവും ഒരുങ്ങുക, ഒരുങ്ങി നിൽക്കുക, അല്ലേ? 10 കന്യമാരുടെ കഥകൾ നമ്മൾ പഠിച്ചതുപോലെ 5 കന്യകമാർ വിളക്കോടൊപ്പം എണ്ണയും അവർ കരുതിയ ഒരുങ്ങിയിരുന്നു, അല്ലേ? ആ ഒരുങ്ങിയിരുന്നവർക്ക് മണിയറയിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്തിരിക്കുന്ന ജനത്തിനോട് നൽകിയിരിക്കുന്ന ഉപദേശം എന്ന് പറയുന്നത് ഒരുങ്ങുക, ഒരുങ്ങി നിൽക്കുക. അതാണ് 1 തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത്. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 2 മുതൽ 5 വരെ. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 2 മുതൽ 5 വരെ എല്ലാവർക്കും അറിയുന്ന വചനമാണ്. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. അവർക്ക് തെറ്റി ഒഴിയാവതുമല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും
ഇരുളിനും ഉള്ളവരല്ല എന്നിവിടെ പറയുന്നു. വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയോട് പറയുകയാണ്, കള്ളൻ രാത്രിയിൽ വരും പോലെ. അല്ലേ? കള്ളൻ എപ്പോഴാണ് വരുന്നതെന്ന് വീട്ടുടമസ്ഥൻ അറിയുന്നില്ല. വീട്ടുടമസ്ഥൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരുങ്ങിയിരിക്കുമായിരുന്നു. അതുകൊണ്ട് കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ നന്നായി അറിയുന്നുവല്ലോ. അതുകൊണ്ട് നാളും നാഴികയും നമുക്കറിയില്ല. അതുകൊണ്ട് ലോകമൊക്കെയും പറയും ഇപ്പോൾ സമാധാനമാണ്, ഇപ്പോൾ നിങ്ങൾക്ക് നിർഭയമായി വസിക്കുവാൻ കഴിയും എന്ന് ലോകം പറയും. പക്ഷേ ഗർഭിണിക്ക് പ്രസവ വേദന വരുമ്പോൾ പെട്ടെന്ന് തന്നെ നാശം വന്നു ഭവിക്കും എന്ന് പറയുന്നു. അതുകൊണ്ട് ആർക്കും അതിൽ നിന്ന് തെറ്റി ഒഴിയാവതുമല്ല എന്ന് പറയുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇപ്പോൾ ഇരുട്ടിലുള്ളവരല്ല. നിങ്ങളെല്ലാവരും ആരാണ്? വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. അതുകൊണ്ട് നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. പൗലോസ് പറയുന്നു, നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്, നിങ്ങൾ പകലിൻ്റെ മക്കളാണ്. അതുകൊണ്ട് സമയം പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലേ, സമയം പ്രതീക്ഷിച്ചുകൊണ്ട് നേരത്തെ അഡ്വന്റിസ്റ്റ് യുവ നേതാവ് പറഞ്ഞതുപോലെ ഒരുങ്ങുക, ഒരുങ്ങി നിൽക്കുക. എബ്രായ ലേഖനം 9:28 പറയുന്നു, അങ്ങനെ തന്നെ. എബ്രായ ലേഖനം 9:28 അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. അല്ലേ? അതുകൊണ്ട് സമയം എപ്പോഴാണെന്ന് നമുക്കറിയില്ല. ഏതു സമയവും നാം പ്രതീക്ഷിക്കണം എന്നിവിടെ പറയുകയാണ്. ഏതു സമയവും നാം പ്രതീക്ഷിക്കണം. ആർക്കാണ് അങ്ങനെ കഴിയുന്നത്? എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. എലൻ ജി വൈറ്റിൻ്റെ ലേഖനത്തിൽ പറയുന്നത്, നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ദിവസം മാത്രമാണ്. അല്ലേ? ഒരു ദിവസത്തേക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഈ ഒരു ദിവസം മാത്രമാണ്. അതുകൊണ്ട് നാം നമ്മുടെ വിശ്വാസത്തോട് എപ്പോഴും വിശ്വസ്തരായിരിക്കണം എന്ന് എലൻ ജി വൈറ്റ് പറയുന്നു. നമ്മുടെ വിശ്വാസത്തോട് നാം എപ്പോഴും വിശ്വസ്തരായിരിക്കണം. അല്ലേ? അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ കൃപയാൽ ആ ദിവസത്തെ വരവേൽക്കുവാൻ നമുക്ക് കഴിയും എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് ഓരോ ദിവസവും ക്രിസ്തുവിൻ്റെ വരവ് ആണ് എന്നുള്ള ബോധ്യത്തിൽ നാം ജീവിക്കണം എന്ന് എലൻ ജി വൈറ്റ് പറയുന്നു. ക്രിസ്തുവിൻ്റെ ഓരോ ദിവസവും ക്രിസ്തുവിൻ്റെ വരവ് ഇന്നാണ് എന്നുള്ള ബോധ്യത്തിൽ നാം ജീവിക്കണം എന്ന് പറയുന്നു. അതുകൊണ്ട് സമയം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുങ്ങി നിൽക്കുവാൻ തിങ്കളാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ചൊവ്വാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ചൊവ്വാഴ്ച പഠിക്കുന്ന ഹെഡിങ് വില്യം മില്ലറും വേദപുസ്തകവും. വില്യം മില്ലറും വേദപുസ്തകവും. അമേരിക്കക്കാരനായ ഒരു നവീകരണ കർത്താവായിരുന്നു വില്യം മില്ലർ. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹം നേരുള്ളവനും നിഷ്കളങ്കനുമായ ഒരു കർഷകനായിരുന്നു. അദ്ദേഹം സത്യമറിയുവാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചതായ അല്ലെങ്കിൽ ആഗ്രഹിച്ചതായ ഒരു വ്യക്തിയാണ്. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചാണ് അദ്ദേഹം കൂടുതലായി സംസാരിച്ചത്. ദൈവം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ അദ്ദേഹത്തെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്തു എന്ന് ഇവിടെ പറയുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ ദൈവഭക്തിയായിരുന്ന ഒരു സ്ത്രീയാണ്. കൂടുതൽ ചെറുപ്പത്തിൽ തന്നെ വില്യം മില്ലറിനെ തൻ്റെ ആത്മീയ പാതയിലേക്ക് തൻ്റെ അമ്മ നയിച്ചു എന്നിവിടെ പറയുന്നു. അങ്ങനെ 34-ാമത്തെ വയസ്സിൽ പരിശുദ്ധാത്മാവ് തൻ്റെ ഹൃദയത്തെ സ്പർശിക്കുകയും താനൊരു പാപിയാണെന്ന് സ്വയം ബോധ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിനൊരു രക്ഷകൻ ആവശ്യമാണെന്ന് സ്വയം തോന്നുകയും അയാളുടെ പോരായ്മകൾ മനസ്സിലാക്കി അദ്ദേഹം 10,000-ങ്ങളിൽ ശ്രേഷ്ഠനായ ആ രക്ഷകനെ സ്വയം അദ്ദേഹം ഉൾക്കൊള്ളുകയും ചെയ്തു. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ദൈവത്തിൻ്റെ തിരുവചനം ഇപ്പോൾ എൻ്റെ പാതയ്ക്ക് പ്രകാശവും കാലിന് ദീപവുമായി എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് ഒരു കാലത്ത് താൻ നിന്ദിച്ചിരുന്നതായ ആ സത്യത്തെ ഇപ്പോൾ പരസ്യമായി എല്ലാവരുടെയും മുമ്പാകെ അദ്ദേഹം പ്രഘോഷിച്ചു. അദ്ദേഹം അതുകൊണ്ട് ഓരോ അധ്യായങ്ങളും, ഉൽപ്പത്തി മുതൽ വെളിപാട് പ്രവചനം വരെ ഓരോ അധ്യായങ്ങളും ആത്മാർത്ഥമായി അദ്ദേഹം വായിച്ചു എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് കൂടുതലും ആയി ദാനിയേലും വെളിപാടിൻ്റെയും പ്രവചനങ്ങൾ അതീവ ശ്രദ്ധയോടുകൂടി, പ്രവചന പുസ്തകങ്ങൾ അതീവ ശ്രദ്ധയോടുകൂടി അദ്ദേഹം പഠിച്ചു
എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് ചൊവ്വാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് കൂടുതലും പ്രഘോഷിച്ചതായ ഒരു വ്യക്തിയായിരുന്നു വില്യം മില്ലർ, അല്ലേ? അങ്ങനെ ഓരോ വചനങ്ങൾ അയാൾ വായിക്കുമ്പോൾ, ബൈബിളിലെ ഓരോ തിരുവെഴുത്തും വായിക്കുമ്പോൾ ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നുവെന്നും ഞാനൊരു പാപിയായിരുന്നു എന്നുള്ള തിരിച്ചറിവ് വില്യം മില്ലറിനുണ്ടാകുന്നു. അങ്ങനെ ഓരോ തിരുവെഴുത്തുകളെയും അദ്ദേഹം താരതമ്യം ചെയ്യുവാൻ പഠിച്ചു. ഓരോ തിരുവെഴുത്തുകളെയും അദ്ദേഹം താരതമ്യം ചെയ്ത് അദ്ദേഹം കൂടുതലായി വചനങ്ങളെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചു എന്നിവിടെ പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് വില്യം മില്ലർ ബൈബിളിനെ വ്യാഖ്യാനിച്ചത്? ചൊവ്വാഴ്ചത്തെ ഭാഗത്ത് ലേഖകൻ നമ്മോട് ചോദിക്കുന്നത് എങ്ങനെയാണ് വില്യം മില്ലർ ബൈബിളിനെ വ്യാഖ്യാനിച്ചത്? യെശയ്യാവിൻ്റെ പ്രവചനം 28-ാം അധ്യായം 9-10 വാക്യങ്ങൾ. യെശയ്യാവിൻ്റെ പ്രവചനം 28-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ആർക്കാകുന്നു ഇവൻ പരിജ്ഞാനം ഉപദേശിപ്പാൻ പോകുന്നത്? ആരെയാകുന്നു അവൻ പ്രസംഗം ഗ്രഹിപ്പിക്കാൻ പോകുന്നത്? പാലുകുടി മാറിയവരെയോ അല്ലെങ്കിൽ മുലകുടി വിട്ടവരെയോ? ചട്ടത്തിന്മേൽ ചട്ടം, ചട്ടത്തിന്മേൽ ചട്ടം, കൂടാതെ സൂത്രത്തിന്മേൽ സൂത്രം, സൂത്രത്തിന്മേൽ സൂത്രം. അപ്പോൾ എങ്ങനെയാണ് വില്യം മില്ലർ ബൈബിളിനെ വ്യാഖ്യാനിച്ചത്? അല്ലേ? ഇവിടെ ഓരോ ചട്ടത്തിന്മേൽ ചട്ടം എടുത്തുകൊണ്ട്, ഓരോ സൂത്രത്തിന്മേൽ സൂത്രം എടുത്തുകൊണ്ട് ബൈബിൾ പ്രവചനങ്ങളെ ഒത്തുനോക്കി ഉൽപ്പത്തി പുസ്തകം മുതൽ, ബൈബിളിലെ ആദ്യത്തെ പ്രവചനമായ ഉൽപ്പത്തി പുസ്തകം 3:15 പറയുന്ന അന്ന് മുതൽ, ആ വചനം മുതൽ ഓരോ ബൈബിളിലെ അധ്യായങ്ങളും പുസ്തകങ്ങളും വായിച്ച് ഓരോ ചട്ടവും ഒത്തുനോക്കി, ഓരോ സൂത്രവും ഒത്തുനോക്കി, ദാനിയേലും വെളിപാടും എന്ന പ്രവചന പുസ്തകങ്ങൾ ഒത്തുനോക്കി അദ്ദേഹം സത്യത്തിലേക്ക് അദ്ദേഹത്തെ പരിശുദ്ധാത്മാവ് നയിച്ചു എന്നിവിടെ പറയുന്നു. കൂടാതെ സദൃശ്യവാക്യം 8-ാം അധ്യായം 8-9 വാക്യങ്ങൾ, സദൃശ്യവാക്യം 8-ാം അധ്യായം 8-9 വാക്യങ്ങൾ. എൻ്റെ വായിലെ മൊഴിയൊക്കെയും നീതിയാകുന്നു, അവയിൽ വക്രവും വികടവുമായതൊന്നുമില്ല, അവയെല്ലാം ബുദ്ധിമാന് തെളിവും പരിജ്ഞാനം ലഭിച്ചവർക്ക് നേരുമാകുന്നു എന്നിവിടെ പറയും. അപ്പോൾ തിരുവെഴുത്തിനെ കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ മൊഴികളും നീതിയാകുന്നു, അതിലൊരിക്കലും വക്രവും വികടവുമായതൊന്നുമില്ല. കൂടാതെ അവയെല്ലാം വചനം പഠിക്കുന്ന ബുദ്ധിമാന്മാർക്ക് തെളിവും പരിജ്ഞാനം ലഭിച്ചവർക്ക് അത് നേരുമാകുന്നു എന്ന് പറയുന്നു. കൂടാതെ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം പറയുന്നത് എല്ലാവർക്കും അറിയുന്ന വചനമാണ്. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. പരിശുദ്ധാത്മാവ്, സത്യത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മുടെ കർത്താവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. ഒന്നും സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് ഓരോ ദൈവമക്കൾക്കും അറിയിച്ചു തരികയും ചെയ്യും. കൂടാതെ 2 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 19 മുതൽ 21 വരെ, 2 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 19 മുതൽ 21 വരെ എന്താണ് ഇവിടെ പറയുന്നത്? പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ ഓരോ പ്രവചനങ്ങളെയും നിങ്ങൾ കരുതിക്കൊണ്ടാൽ നന്ന്. തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൃപയാൽ അല്ലെങ്കിൽ ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതാണ് ഓരോ വചനങ്ങളും. അപ്പോൾ ഓരോ വചനങ്ങളും ഓരോ പ്രവചനങ്ങളും ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യരോട് സംസാരിച്ച വചനങ്ങളാണ്. അപ്പോൾ ഓരോ ചട്ടങ്ങൾ നോക്കിയും ഓരോ സൂത്രങ്ങൾ നോക്കിയും ഓരോ അധ്യായങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ഓരോ പ്രവചനത്തിൻ്റെതായ ഉദ്ദേശങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും മനസ്സിലാക്കാൻ തിരുവെഴുത്തുകളെ തമ്മിൽ താരതമ്യം ചെയ്ത് വില്യം മില്ലർ പഠിച്ചതായിട്ട് പറയുന്നു. അങ്ങനെ മറഞ്ഞിരിക്കുന്ന അനേക സത്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് മറഞ്ഞിരുന്നതായ അനേക സത്യങ്ങളെ വില്യം മില്ലർക്ക് മനസ്സിലാക്കി കൊടുത്തു. അതുകൊണ്ട് ഒരു വലിയ സമൃദ്ധമായ നിധി അന്വേഷിക്കുന്നത് പോലെ, ഒരു വലിയ നിധി അന്വേഷിക്കുന്ന പോലെ, ഒരു വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ അവൻ സന്തോഷമുള്ളവനായിരുന്നു. കാരണം ഒരു വലിയ പ്രതിഫലം അതിലൂടെ ലഭിച്ചു. പരിശുദ്ധാത്മാവ് ഓരോ വചനത്തെ മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്തു എന്നിവിടെ പറയുന്നു.
അതുകൊണ്ട് ലേഖകൻ നമ്മോട് ചോദിക്കുന്നത് വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ മനസ്സിലാക്കുന്നതിനെക്കുറിച്ച് ഈ പറയുന്ന വചനങ്ങൾ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ മനസ്സിലാക്കുന്നതിനെക്കുറിച്ച് ഈ പറയുന്ന വേദഭാഗങ്ങൾ നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? ദാനിയേലിൻ്റെ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം പറയുന്നത്, ദാനിയേലിൻ്റെ പ്രവചനം 1-ാം അധ്യായം 17-ാം വാക്യം പറയുന്നത്, ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു എന്നിവിടെ പറയുകയാണ് അല്ലേ. ദാനിയേലിൻ്റെ പ്രത്യേകത അവിടെ മനസ്സിലാക്കി തരികയാണ്. താഴോട്ട് വായിക്കുമ്പോൾ ഓരോ പ്രവചനത്തെക്കുറിച്ചും പറയുകയാണ്. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 10-11 വാക്യങ്ങൾ. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 10-11 വാക്യങ്ങൾ. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി എന്നിവിടെ പറയുന്നു. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്തത് എന്നിവിടെ പറയുന്നത്. അപ്പോൾ ഓരോ പ്രവാചകന്മാരും ബൈബിളിൽ പറയുന്നതായ ഓരോ പ്രവചനങ്ങളും ചട്ടകമൊക്കെ നോക്കി, സൂത്രമൊക്കെ നോക്കി, അതിൻ്റെ സത്യത്തെ മനസ്സിലാക്കി അവർ ദൈവജനത്തിന് അതിനെ മനസ്സിലാക്കി കൊടുത്തു എന്നിവിടെ പറയുന്നു അല്ലേ. അത് തന്നെയാണ് വെളിപാടിൻ്റെ പ്രവചനം 1-ാം അധ്യായത്തിൽ പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. വേഗത്തിൽ സംഭവിക്കാനുള്ള കാര്യം തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ പത്മോസിലെ യോഹന്നാന് പ്രദർശിപ്പിച്ചു എന്നിവിടെ പറയുന്നു അല്ലേ. ഇപ്പോൾ പ്രവചനത്തിൻ്റെ വാക്യങ്ങളെല്ലാം നാം വായിച്ചു കേൾപ്പിക്കേണ്ടവരാണ്. പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവരും ആരാ? ഭാഗ്യവാന്മാർ അല്ലേ. അപ്പോൾ ഓരോ പ്രവചനത്തെക്കുറിച്ചും അതിൽ പറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെക്കുറിച്ച് വില്യം മില്ലർ മനസ്സിലാക്കി എന്നിവിടെ പറയുന്നു അല്ലേ. ഓരോ പ്രതീകങ്ങളാണ്. ഓരോ പ്രവചനമൊക്കെ ദാനിയേൽ വെളിപാടൊക്കെ നമ്മൾ വായിക്കുമ്പോൾ 4 മൃഗങ്ങൾ അല്ലേ, അനേക പ്രതീകങ്ങളെക്കുറിച്ച് ദാനിയേലിൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും വെളിപാടിൻ്റെ പ്രവചനമൊക്കെ വായിക്കുമ്പോൾ അനേക പ്രതീകങ്ങൾ അവിടെ പറയുന്നു. അതുകൊണ്ട് ലേഖകൻ പറയുന്നത് ഒരു പ്രതീകങ്ങളും നിഗൂഢതയുള്ളതല്ല, നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ പ്രധാനമായും മൃഗങ്ങളെന്ന് പറയുന്നത് അത് രാജാക്കന്മാരെയോ രാജ്യങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത്. കൂടാതെ കാറ്റ് പ്രവചനത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം നാശത്തെയാണത് സൂചിപ്പിക്കുന്നത്. വെള്ളമെന്ന് പറയുന്നത് ജനങ്ങളെയോ ജനതകളെയോ ആണ്, അല്ലെങ്കിൽ ജനക്കൂട്ടത്തെയാണത് സൂചിപ്പിക്കുന്നത്. സ്ത്രീ എന്ന് പറയുന്നത് പ്രവചനത്തിൽ സഭയെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ പ്രവചനത്തിലെ ഒരു ദിവസം എന്ന് പറയുന്നത് പ്രവചനത്തിൽ ഒരു വർഷമായിട്ടാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അപ്പം ഇതൊക്കെ വില്യം മില്ലർ പ്രവചനത്തിലൂടെ പ്രവചന സത്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ മർമ്മങ്ങളെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കുകയും തൻ്റെ സമയത്ത് തന്നെ, താൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കർത്താവ് മടങ്ങി വരുമെന്ന് വില്യം മില്ലർ മനസ്സിലാക്കുകയും ചെയ്തു. അതാണ് ചൊവ്വാഴ്ചത്തെ ഭാഗത്ത് നാം പഠിക്കുന്നത്. വില്യം മില്ലർ ഓരോ പ്രവചനത്തിൻ്റെ ചട്ടങ്ങളും ഓരോ പ്രവചനത്തിൻ്റെ സൂത്രങ്ങളും വായിച്ച് മനസ്സിലാക്കി, അതിൻ്റെ മർമ്മം മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ നാളിൽ തന്നെ 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ തന്നെ നമ്മുടെ കർത്താവ് മടങ്ങി വരുമെന്ന് വില്യം മില്ലർ വിശ്വസിച്ചതായിട്ട് ചൊവ്വാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ബുധനാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ബുധനാഴ്ച പഠിക്കുന്ന ഹെഡിങ് ദാനിയേൽ പ്രവചനം 8:14 2300 ദിനങ്ങൾ. ദാനിയേൽ പ്രവചനത്തിലെ 8-ാം അധ്യായം 14 2300 ദിനങ്ങൾ. നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പഠിച്ചതുപോലെ പ്രവചനങ്ങൾ ഓരോന്നും വില്യം മില്ലർ പഠിക്കുവാൻ തുടങ്ങി. പ്രത്യേകിച്ചും അതിശ്രദ്ധയോടെ ദാനിയേലിൻ്റെ പ്രവചനവും വെളിപാടിൻ്റെ പ്രവചനവും അദ്ദേഹം ശ്രദ്ധയോടുകൂടി അദ്ദേഹം പഠിക്കുവാൻ ആരംഭിച്ചു. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. അങ്ങനെ ഓരോ സത്യങ്ങൾ, അതിലെ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവചന പുസ്തകത്തിലെ ഓരോ പ്രവചനങ്ങൾ അദ്ദേഹം തിരുവെഴുത്തുകളുമായി താരതമ്യം ചെയ്ത് അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ ദൈവത്തിൻ്റെ സമയങ്ങൾക്കെല്ലാം ഒരു ചിട്ടയുണ്ട് എന്നും അത് കറക്റ്റായിട്ട് തന്നെ
കാലസമ്പൂർണത തികയുമ്പോൾ അത് അതേ പ്രകാരം സംഭവിക്കുമെന്നും വില്യം മില്ലർ മനസ്സിലാക്കി. അല്ലേ? യേശുവിൻ്റെ ജനനവും ഈ ഭൂമിയിലെ യേശുവിൻ്റെ ജനനവും ഒക്കെ അതേ പ്രകാരം സംഭവിച്ച പ്രവചനത്തിൽ പറഞ്ഞതായ കാര്യങ്ങളിലൂടെയാണ് ഇതെല്ലാം നിറവേറിയത്. മർക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ 1:15 പറയുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 1:15 കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അല്ലേ? കൂടാതെ ഗലാത്യർക്ക് ലേഖനം 4:4 പറയുന്നു. ഗലാത്യർക്ക് ലേഖനം 4:4 എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി എന്നിവിടെ പറയുന്നു. അപ്പോൾ കാലസമ്പൂർണത തികഞ്ഞപ്പോൾ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ഭൂജാതനായി എന്നിവിടെ പറയുന്നു. കൂടാതെ റോമർക്ക് ലേഖനം 5:6 പറയുന്നു. റോമർക്ക് ലേഖനം 5:6 നാം ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു എന്നിവിടെ പറയുന്നു. ഓരോ തിരുവെഴുത്തുകളെ അദ്ദേഹം താരതമ്യം ചെയ്ത് മനസ്സിലാക്കിയപ്പോൾ പ്രവചനങ്ങളെല്ലാം അതാത് സമയങ്ങളിൽ ഓരോ പ്രവചനങ്ങളും നിറവേറിയതായിട്ട് ഇവിടെ പറയുന്നു. അല്ലേ? 400 വർഷത്തെ ഇസ്രായേലിലെ മരുഭൂമി യാത്ര, അല്ലേ? കൂടാതെ അലഞ്ഞു തിരിഞ്ഞതായ 40 വർഷം, ദാനിയേൽ പ്രവചനത്തിലെ 70 ആഴ്ചവട്ടം, ഇതൊക്കെ ഓരോ സമയത്ത് അത് പ്രകാരം സംഭവിച്ചു എന്ന് വില്യം മില്ലർ മനസ്സിലാക്കി. ഇവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നത് 2300 ദിവസത്തിനൊടുവിൽ എന്ത് സംഭവമാണ് സംഭവിക്കേണ്ടത് എന്നിവിടെ ചോദിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 8:14 2300 ദിവസത്തിനൊടുവിൽ എന്ത് സംഭവമാണ് സംഭവിക്കേണ്ടത്? നമുക്കെല്ലാവർക്കും അറിയുന്നൊരു വചനമാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 14-ാം വാക്യം. എന്താണ് അവിടെ പറയുന്നത്? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 8:14 അതിനവൻ അവനോട് 2300 സന്ധ്യയും ഉഷസ്സും തികയോളം തന്നെ പിന്നെ എന്തു ചെയ്യും? വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 8:14 അതിന് അവൻ അവനോട് 2300 സന്ധ്യയും ഉഷസ്സും തികയോളം തന്നെ പിന്നെ വിശുദ്ധ മന്ദിരം എന്തു ചെയ്യും? യഥാസ്ഥാനപ്പെടും. അപ്പം ഈ പ്രവചനം പറയുമ്പോൾ വില്യം മില്ലറിന് ആദ്യം അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം മനസ്സിലാക്കിയതിൽ ചില തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായിരുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം അവിടെ മനസ്സിലാക്കുന്നത് ഗബ്രിയേൽ മാലാഖ ദാനിയേലിന് ഈ ദൂത് അല്ലെങ്കിൽ ഈ ദർശനം നൽകിയ സമയത്ത് അദ്ദേഹത്തിന് അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. 8:27 പറയുന്നത്, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 8:27 പറയുന്നത്, എന്നാൽ ദാനിയേൽ എന്ന ഞാൻ ബോധം കെട്ടു കുറേ ദിവസം ദീനമായി കിടന്നു. അതിൻ്റെ ശേഷം ഞാൻ എഴുന്നേറ്റ് രാജാവിൻ്റെ പ്രവൃത്തി നോക്കി. ഞാൻ ദർശനത്തെക്കുറിച്ച് വിസ്മയിച്ചു, ആർക്കും അത് മനസ്സിലായില്ല താനും എന്നിവിടെ പറയുന്നു. അപ്പോൾ ആ 2300 സന്ധ്യയും ഉഷസ്സും എന്ന പ്രവചനം അവിടെ ദാനിയേലിന് മനസ്സിലായില്ല. അതുകൊണ്ട് 9-ാം അധ്യായം എടുക്കുമ്പോൾ ഗബ്രിയേൽ മാലാഖയെ വീണ്ടും ദാനിയേലിൻ്റെ അടുക്കലേക്ക് അയക്കുകയാണ് ബുദ്ധി ഉപദേശിക്കുവാൻ വേണ്ടി. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 22-ാം വാക്യം പറയുന്നത്, അവൻ വന്ന് എന്നോട് പറഞ്ഞതെന്തെന്നാൽ, ദാനിയേലേ, നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരേണ്ടതിന് ഞാനിപ്പോൾ വന്നിരിക്കുന്നു. അതിൽ 23-ാം വാക്യം 9:23, നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിങ്കൽ തന്നെ കൽപ്പന പുറപ്പെട്ടു, നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചുകൊള്ളുക എന്നിവിടെ പറയുന്നു. അല്ലേ? അതുകൊണ്ട് ഇത് 8-ാം അധ്യായത്തിൽ ദാനിയേൽ ഈ ദർശനം കാണുമ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. 2300 സന്ധ്യ ഉഷസ്സിൻ്റെയും അർത്ഥം അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഗബ്രിയേൽ മാലാഖ 9-ാം അധ്യായം പഠിക്കുമ്പോൾ ആ ദർശനത്തെ ഗ്രഹിപ്പിക്കുവാൻ മാലാഖ വീണ്ടും ദാനിയേലിൻ്റെ പ്രാർത്ഥന മുഖാന്തരം, ദാനിയേൽ ദൈവത്തോട് ഈ ദർശനം ഗ്രഹിക്കുവാൻ കഴിയാത്തത് കൊണ്ട് ആത്മാർത്ഥമായി ദാനിയേലിൻ്റെ പാപങ്ങളെ ഏറ്റു പറയുന്നുണ്ട്, ദൈവത്തോട് അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലേ? അങ്ങനെ അവൻ പ്രാർത്ഥിച്ചപ്പോൾ ഈ ദർശനം ഒന്നുകൂടെ ഗ്രഹിപ്പിക്കുവാൻ ഇവിടെ മാലാഖ അവന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നു. അപ്പോൾ 2300 സന്ധ്യയും ഉഷസ്സും എന്ന് പറയുന്ന പ്രവചനം മനസ്സിലാക്കുവാൻ പിന്നീട് ദാനിയേലിന് കഴിഞ്ഞതായിട്ട് ഇവിടെ പറയുന്നു. അങ്ങനെ ദാനിയേൽ അതിനെ ആ പ്രവചനത്തെ അദ്ദേഹം മനസ്സിലാക്കി. അല്ലേ? പക്ഷേ അദ്ദേഹത്തിന് കണ്ടതായ ഒരു പോരായ്മ എന്ന് പറയുന്നത് അത് എപ്പോൾ ആരംഭിക്കും? 2300 സന്ധ്യയും ഉഷസ്സും എന്ന പ്രവചനം എപ്പോഴാണ് ആരംഭിക്കുന്നതെന്നാണ്
അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ കഴിയാതിരുന്നത്. ഇത് തന്നെയാണ് വില്യം മില്ലറിന് മനസ്സിലാകാതിരുന്നത്. വില്യം മില്ലറിന് മനസ്സിലാകാതിരുന്നത് ഇത് തന്നെയാണ്. 2300 സന്ധിയും ഉഷസ് എന്ന പ്രവചനം എപ്പോൾ ആരംഭിക്കുമെന്ന് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ ആ 2300 സന്ധിയും ഉഷസും എന്ന് പറയുന്ന പ്രവചനത്തിൽ 490 വർഷം അതിനെ നാം ഒന്ന് മാറ്റി പഠിക്കുകയാണെങ്കിൽ കൃത്യമായി നമുക്ക് 2300 സന്ധിയും ഉഷസും എന്ന പ്രവചനം മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറയുന്നത്, അതിനെ 9-ാം അധ്യായത്തിൽ 24-ാം വാക്യം പറയുന്നത്, നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ദാനിയേലിന്റെ പ്രവചനം 9-ാം അധ്യായം 24-ാം വാക്യം പറയുന്നത്, നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അപ്പോൾ യഹൂദന്മാർക്ക് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ടതായ ഒരു വർഷമായിരുന്നു 490 വർഷം, അല്ലെങ്കിൽ 70 ആഴ്ചവട്ടം. 70 ആഴ്ചവട്ടം എന്ന് പറയുമ്പോൾ 70 × 7 വിച്ച് ഈസ് ഈക്വൽ ടു 490 വർഷം യഹൂദന്മാർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചതായിരുന്നു, അല്ലേ? യെരുശലേമിനെ പുതുക്കി പണിയുവാനും അവിടെ മാനസാന്തരത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു സമയമായിരുന്നു 490 വർഷം. ഈ ഒരു പ്രവചനം അതെപ്പോൾ ആരംഭിച്ചു എന്ന് നാം മനസ്സിലാക്കിയാൽ കൃത്യമായി തന്നെ 2300 സന്ധിയും ഉഷസും എന്ന് പറയുന്ന പ്രവചനം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ഇതിനെ ഒന്ന് മാറ്റി പഠിക്കുമ്പോൾ നമുക്കറിയാം, 457 BC-യിൽ പാർസി രാജാവായ അർത്ഥസിഷ്ടാവ് രാജാവ് യെരുശലേമിനെ പുതുക്കി പണിയുവാൻ കൽപ്പന പുറപ്പെടുവിച്ച ആ നാൾ മുതലാണ് 2300 സന്ധിയും ഉഷസും എന്ന പ്രവചനം ആരംഭിക്കുന്നത്. 457 BC-യിൽ യെരുശലേമിനെ വീണ്ടും പുതുക്കി പണിയുവാൻ, അല്ലേ, പല പ്രാവശ്യം പലരാലും അവിടെ കൽപ്പന നൽകുന്നുണ്ട്. നമുക്കറിയാം, കോരേശാണ് ആദ്യമായിട്ട് കൽപ്പന നൽകുന്നത്. പാർസി രാജാവായ കോരേശാണ് ആദ്യമായിട്ട് കൽപ്പന നൽകുന്നത് BC 536-ൽ. കൂടാതെ ദാരിയവേശ് മുടങ്ങിക്കിടക്കുന്ന വേല വീണ്ടും ആരംഭിക്കുന്നതിന് 519-ൽ വീണ്ടും കൽപ്പന നൽകുന്നു. പക്ഷേ എങ്കിലും മൂന്നാമത്തെ കൽപ്പനയാണ് BC 487-ലെ മൂന്നാമത്തെ കൽപ്പനയാണ് അർത്ഥസിഷ്ടാവ് രാജാവ് നൽകിയ, പാർസി രാജാവായ അർത്ഥസിഷ്ടാവ് രാജാവ് നൽകിയ മൂന്നാമത്തെ കൽപ്പനയാണ് രാജാവ് മുദ്ര വെച്ച് ധനസഹായം നൽകി ആ പണി ആരംഭിക്കുവാൻ വേണ്ടി അവരെ അയച്ചത്, ഇസ്രായേൽ ജനത്തെ അങ്ങോട്ടേക്ക് അയച്ചത്. അപ്പോൾ 457 BC-യിലാണ് ഈ 70 ആഴ്ചവട്ടത്തിൻ്റെ പ്രവചനം ആരംഭിക്കുന്നത്. അത് AD 34-ൽ അത് തീരുന്നതായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ 2300 സന്ധിയും ഉഷസും എന്ന പ്രവചനം പഠിക്കണമെങ്കിൽ 490 വർഷം യഹൂദന്മാർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച പ്രവചനം വ്യക്തമായി പഠിക്കുമ്പോൾ 2300 സന്ധിയും ഉഷസും എന്ന പ്രവചനം നമുക്ക് എത്തിച്ചേരുവാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ മില്ലറിന് അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല, അല്ലേ? മില്ലറിന് കറക്റ്റായിട്ട് അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. പിന്നീട് അത് പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളുവാനും, അത് 1844-ൽ 2300 സന്ധിയും ഉഷസും എന്ന പ്രവചനം 1844 അത് തീരുമെന്നും അന്നു മുതൽ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടുമെന്നും വില്യം മില്ലർ പിന്നീട് മനസ്സിലാക്കിയതായിട്ട് ബുധനാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. വ്യാഴാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. വ്യാഴാഴ്ച പഠിക്കുന്ന ഹെഡിങ് ഏറ്റവും ദൈർഘ്യമേറിയ പ്രവാചക കാലഘട്ടം. ഏറ്റവും ദൈർഘ്യമേറിയ പ്രവാചക കാലഘട്ടം. ഇവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നത്, ബൈബിൾ അനേക പ്രവചനങ്ങളുണ്ട്. അതിൽ ഏറ്റവും ദൈർഘ്യമേറിയ പ്രവചനമാണ് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 8-14 പറയുന്നതായ 2300 സന്ധിയും ഉഷസും. അപ്പോൾ ഈ 2300 സന്ധിയും ഉഷസും എന്ന പ്രവചനമാണ് ബൈബിളിലെ ഏറ്റവും ദൈർഘ്യമേറിയതായ പ്രവചനം. ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ പാർസി രാജാവായ അർത്ഥസിഷ്ടാവ് രാജാവ് 457 BC-യിൽ ഇസ്രായേലിൽ യെരുശലേം ദേവാലയത്തെ പുനർനിർമ്മിക്കുവാൻ ഇവിടെ കൽപ്പന കൊടുക്കുന്നതായിട്ട് എസ്രയുടെ പുസ്തകം 7-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നു. എസ്രയുടെ പ്രവചനം 7-ാം അധ്യായം
7 മുതൽ 13 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ അവനോടുകൂടെ ഇസ്രായേൽ മക്കളിലും പുരോഹിതന്മാരിലും ലേവ്യരിലും സംഗീതക്കാരിലും വാതിൽ കാവൽക്കാരിലും ദേവാലയ ദാസന്മാരിലും ചിലർ അർത്ഥസിഷ്ടാവ് രാജാവിൻ്റെ 7-ാം ആണ്ടിൽ യെരൂശലേമിൽ വന്നു. അല്ലേ? അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ അവർക്ക് അനുകൂലമായി ഒരു മുദ്ര വെച്ച കത്ത് നൽകുകയാണ്. അല്ലേ? അവിടെ ഒരു അനുകൂലമായി ഒരു മുദ്ര വെച്ച കത്ത് നൽകുന്നു. എന്നിട്ട് കൂടാതെ ന്യായപ്രമാണത്തിൽ വിദഗ്ധ ശാസ്ത്രിയായ, ന്യായപ്രമാണത്തെക്കുറിച്ച് നല്ല വിദഗ്ധ ശാസ്ത്രിയായ എസ്രാ പുരോഹിതന് അർത്ഥസിഷ്ടാവ് രാജാവ് കൊടുത്ത എഴുത്തിൻ്റെ പകർപ്പ് പറയുന്നത് 12-ാം വാക്യം പറയുന്നത്, എസ്രായുടെ പ്രവചനം 7-ാം അധ്യായം 12-ാം വാക്യം പറയുന്നത്, രാജാതി രാജാവായ അർത്ഥസിഷ്ടാവ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ ശാസ്ത്രിയായ എസ്രാ പുരോഹിതന് എഴുതുന്നത് ഇത്യാദി നമ്മുടെ രാജ്യത്തുള്ള ഇസ്രായേൽ ജനത്തിലും അവൻ്റെ പുരോഹിതന്മാരിലും ലേവ്യരിലും യെരൂശലേമിലേക്ക് പോകുവാൻ മനസ്സുള്ള ഏവനും നിന്നോടുകൂടെ പോരുന്നതിന് ഞാൻ കൽപ്പന കൊടുത്തിരിക്കുന്നു എന്നിവിടെ പറയുന്നു. അല്ലേ? അപ്പോൾ യെരൂശലേമിനെ പുനർനിർമ്മിക്കുവാൻ അർത്ഥസിഷ്ടാവ് രാജാവ് ഈ വചനം വായിക്കുമ്പോൾ, ചരിത്രം പഠിക്കുമ്പോൾ 457 BC-യിൽ കൽപ്പന കൊടുക്കുന്നതായിട്ട് ഇവിടെ പറയുന്നു. നമുക്കറിയാം, അനേകർ യെരൂശലേം ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി കൽപ്പന നൽകി. ആദ്യമായിട്ട് കോരേശാണ് കൽപ്പന നൽകിയത്. അത് കഴിഞ്ഞ് പാർസി രാജാവായ ദാരിവേശ് കൽപ്പന നൽകി. എങ്കിലും പാർസി രാജാവായ അർത്ഥസിഷ്ടാവ് രാജാവ് 457 BC-യിൽ ധനസഹായം നൽകിക്കൊണ്ട് ഇവിടെ യെരൂശലേമിനെ പുനർനിർമ്മിക്കുവാൻ അവിടെ കൽപ്പന നൽകുന്നതായിട്ട് ഇവിടെ പറയുന്നു. അപ്പോൾ യെരൂശലേമിനെ പുനഃസ്ഥാപിക്കുന്നതിനും പണിയുന്നതിനും ഉള്ളതായ ആ 70 ആഴ്ചവട്ടം, 490 വർഷം, അത് ഒന്ന് മാറ്റി അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ യഹൂദന്മാർക്ക് വേണ്ടി മാത്രം നിയമിക്കപ്പെട്ട വർഷമായിട്ട് ഈ 490 വർഷം അല്ലെങ്കിൽ 70 ആഴ്ചവട്ടത്തെ മനസ്സിലാക്കാൻ കഴിയുന്നു. അത് വ്യക്തമായി പഠിക്കുമ്പോൾ 2300 സന്ധ്യയും ഉഷസ്സും എന്ന പ്രവചനം എപ്പോൾ ആരംഭിച്ചു എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഈ 490 വർഷം അല്ലെങ്കിൽ 70 ആഴ്ചവട്ടം നാം വായിക്കുമ്പോൾ അർത്ഥസിഷ്ടാവ് രാജാവ് യെരൂശലേമിനെ പുനർനിർമ്മിക്കുവാൻ കൽപ്പന പുറപ്പെടുവിച്ച ആ വർഷം നാം മനസ്സിലാക്കിയത് ഏത് വർഷമാണ്? 457 BC-യിൽ ആണ് ഈ കൽപ്പന നൽകിയത്. അന്നു മുതൽ 69 ആഴ്ച പഠിക്കുമ്പോൾ, 69 ആഴ്ച, മൊത്തത്തിൽ 70 ആഴ്ചവട്ടമാണ്. അതിൽ 69 ആഴ്ച മൊത്തത്തിൽ പഠിക്കുമ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നു AD 27 അത് തീരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. അപ്പോൾ 69 ആഴ്ച മുഴുവനായി പഠിക്കുമ്പോൾ 457 BC-യിൽ ആരംഭിച്ചത് എവിടെ തീരുന്നു? AD 27 തീരുന്നു. എന്താണ് AD 27 പ്രത്യേകത? AD 27 യേശു സ്നാനം സ്വീകരിച്ചത്. അല്ലേ? യേശു ഗലീലയിൽ യോർദാനിൽ സ്നാനം സ്വീകരിച്ചത്. അപ്പോൾ അഭിഷിക്തനായ ആ വർഷമാണ്, ക്രിസ്തു അഭിഷിക്തനായ ആ വർഷമാണ് AD 27. അപ്പോൾ 70 ആഴ്ചവട്ടത്തിലെ ആദ്യത്തെ 69 ആഴ്ച നമ്മൾ പഠിക്കുകയാണെങ്കിൽ, 69 ആഴ്ച പഠിക്കുമ്പോൾ അത് 457 BC-യിൽ ആരംഭിച്ചു. 69 ആഴ്ച എപ്പോഴാണ് തീരുന്നത്? AD 27 തീരും. അവസാനം ഇനി ഒരാഴ്ചയുണ്ട്. ഒരാഴ്ച എന്ന് വെച്ചാൽ 7 വർഷം, 7 വർഷവും കൂടെയുണ്ട്. അപ്പോൾ ആ 7 വർഷത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് വ്യക്തമായിട്ട് ഇവിടെ മനസ്സിലാകുന്നു. എന്തൊക്കെയാണ് ആ 7 വർഷത്തിൽ സംഭവിച്ചത്? അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നത് ദാനിയേലിൻ്റെ പ്രവചനം 9-ാം അധ്യായം 25 മുതൽ 26 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് നീ ഗ്രഹിച്ച് കൊള്ളേണ്ടത് എന്തെന്നാൽ, യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച, അല്ലേ, ആദ്യത്തെ 7 ആഴ്ചവട്ടം എന്ന് വെച്ചാൽ 49 വർഷം. അതിൻ്റെ കൂടെ
62 ആഴ്ച. 62 ആഴ്ചയാകുമ്പോൾ 434 വർഷം. മൊത്തത്തിലൊരു കാര്യം ശ്രദ്ധിക്കുക, മൊത്തത്തിലെ 69 ആഴ്ച എടുക്കുമ്പോൾ, 69 ആഴ്ച എന്ന് പറയുമ്പോൾ 483 വർഷം. ആ 483 വർഷം എടുക്കുമ്പോൾ 457 BC-യിൽ കൽപ്പന പുറപ്പെടുവിക്കുന്നു, AD 27 സ്നാനം സ്വീകരിക്കുന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? അവസാനത്തെ ഒരാഴ്ചയിൽ ഇവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നത്, അവസാനത്തെ ഒരാഴ്ചയിൽ 9-ാം അധ്യായം 27-ാം വാക്യം, 9-ാം അധ്യായം 27, അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും, ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും, മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും, നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവൻ്റെ മേൽ കോപം ചൊരിയും എന്നിവിടെ പറയും. അപ്പോൾ അവസാനത്തെ ആഴ്ചയിൽ എന്താണ് സംഭവിച്ചത്? അവിടെ നിയമത്തെ കഠിനമാക്കുന്നു, ഹനനയാവും ഭോജനയാവും ഒക്കെ നിർത്തലാക്കി കളയുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? അവസാനത്തെ ആഴ്ചയിൽ എന്ത് സംഭവിച്ചു? അവസാനത്തെ ആഴ്ചയിൽ AD 31 അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെടുന്നു AD 31. കൂടാതെ AD 34 ആയപ്പോൾ സ്തേഫാനോസിനെ കല്ലെറിയുന്നു. AD 34 ആയപ്പോൾ സ്തേഫാനോസിനെ കല്ലെറിയുന്നു. കൂടാതെ ഈ സുവിശേഷം യഹൂദന്മാരിൽ നിന്ന്, അല്ലെങ്കിൽ ഈ രക്ഷ യഹൂദന്മാരിൽ നിന്ന് വിജാതീയരിലേക്ക്, ജാതികളിലേക്ക് പോകുന്നതായി കാണുന്നു. അപ്പോൾ 490 വർഷത്തിൻ്റെ 70 ആഴ്ചവട്ട പ്രവചനം നാം മനസ്സിലാക്കുമ്പോൾ 457 BC-യിൽ ആരംഭിച്ചു, 69 ആഴ്ച AD 27-ൽ തീർന്നു. അവസാനത്തെ ഒരാഴ്ച എന്ന് പറയുമ്പോൾ 7 വർഷം, 490-ൽ അവസാനത്തെ 7 വർഷം. അവിടെ എന്തൊക്കെ സംഭവിച്ചു? AD 31 കർത്താവ് ക്രൂശിക്കപ്പെടുന്നു, AD 34 സ്തേഫാനോസിനെ കല്ലെറിഞ്ഞിട്ട് അന്ന് മുതൽ സുവിശേഷം യഹൂദന്മാരിൽ നിന്ന്, രക്ഷ യഹൂദന്മാരിൽ നിന്ന് ജാതികളിലേക്ക് പോകുന്നു. അപ്പോൾ ഇനി 2300 സന്ധ്യവിശ്വസം എന്ന പ്രവചനത്തിൽ ബാക്കി 1810 വർഷമുണ്ട്. 2300-ൽ 490 മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 1810 വർഷം. അതിനെ വില്യം മില്ലർ മനസ്സിലാക്കി പഠിച്ചപ്പോൾ അത് 1844-ൽ തീരുമെന്ന് വില്യം മില്ലർ മനസ്സിലാക്കി. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നു എന്ന് എനിക്കറിയില്ല. ഇവിടെ പറയുന്നത് 490 ആഴ്ചവട്ടത്തിൻ്റെ പ്രവചനം, 70 ആഴ്ചവട്ടത്തിൻ്റെ പ്രവചനം AD BC 457-ൽ ആരംഭിച്ചു, അത് AD 34-ൽ തീർന്നു. അങ്ങനെ 490 വർഷവും കഴിയുമ്പോൾ 2300-ൽ ബാക്കിയുള്ളത് 1810 വർഷം. അതെവിടെ തീരുന്നു? 1844-ൽ തീരുന്നു. വില്യം മില്ലർ മനസ്സിലാക്കിയത് 1844-ൽ നമ്മൾ നേരത്തെ വായിച്ച പ്രകാരം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 8:14 പറയുന്നത് വിശുദ്ധ മന്ദിരം എന്ത് ചെയ്യും? യഥാസ്ഥാനപ്പെടും. വിശുദ്ധ മന്ദിരം ഭൂമിയിലാണ് സ്ഥാപിക്കുന്നതെന്ന് വില്യം മില്ലർ മനസ്സിലാക്കി. വില്യം മില്ലർ അങ്ങനെയാണ് ചിന്തിച്ചത്. അങ്ങനെ ഭൂമിയെ ശുദ്ധീകരിക്കുമെന്നും അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെടുമെന്നും ഇവിടെ ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിതമാകുമെന്നും വില്യം മില്ലർ മനസ്സിലാക്കി. പക്ഷേ അത് തെറ്റായ ധാരണയായിരുന്നു, അല്ലേ? വില്യം മില്ലറിൻ്റെ ഒരു തെറ്റായ ധാരണയായിരുന്നു. അത് പിന്നീട് തെറ്റായിരുന്നു എന്ന് വില്യം മില്ലർക്ക് മനസ്സിലായി. പിന്നീട് അദ്ദേഹം സത്യം മനസ്സിലാക്കി. എന്താണ്? 2300 സന്ധ്യ ഉഷസ്സും തീരുന്നതായ 1844-ൽ സ്വർഗത്തിൽ നമ്മുടെ കർത്താവ് പരിശുദ്ധ സ്ഥലത്ത് നിന്ന് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചുവെന്നും സ്വർഗത്തിൽ പരിശോധന ന്യായവിധി ആരംഭിച്ചുവെന്നും പിന്നീട് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു. ഇതാണ് 2300 സന്ധ്യയും ഉഷസ്സിൻ്റെയും പ്രവചനം. അതുകൊണ്ട് ഈ 70 ആഴ്ചവട്ടം AD 34-ൽ അവസാനിക്കുകയും ബാക്കിയുള്ള 2300-ൻ്റെ ബാക്കിയുള്ള 1810 വർഷം 1844-ൽ അത് തീരുന്നുവെന്നും നമ്മുടെ കർത്താവ് പരിശോധന ന്യായവിധി സ്വർഗത്തിൽ ആരംഭിച്ചുവെന്നും ഇവിടെ പറയുന്നു. അതുകൊണ്ട് ഏറ്റവും ദൈർഘ്യമേറിയതായ, ബൈബിളിലെ ഏറ്റവും ദൈർഘ്യമേറിയതായ പ്രവചനമാണ് 2300 സന്ധ്യയും ഉഷസ്സുമെന്ന പ്രവചനമെന്ന് വേദപണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുന്നു. വെള്ളിയാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. വെള്ളിയാഴ്ച നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ യേശുവിൻ്റെ ശിഷ്യന്മാർ കർത്താവിൻ്റെ
തങ്ങൾ മനസ്സിലാക്കിയ ആ പൊരുള് അവർക്ക് പെശക് സംഭവിച്ചതായിട്ട് പിൽക്കാലത്ത് അവർ മനസ്സിലാക്കുകയും എങ്കിലും ഒരു വലിയൊരു സുപ്രധാനമായ സത്യത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് അവരെ നയിച്ചതെന്ന വലിയൊരു ബോധ്യം അവർക്കുണ്ടാകുകയും ചെയ്തു. നമ്മുടെ കർത്താവ് 1844 സ്വർഗത്തിൽ സ്വർഗീയ പരിശോധന ന്യായവിധി ആരംഭിച്ചതായിട്ട് അവർ മനസ്സിലാക്കുകയും നിരാശരായി കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്തതായ നിരാശരായ ജനത്തിന് വീണ്ടും പ്രത്യാശയുടെ ഒരു പ്രചോദനം ഈ വലിയ സത്യത്തിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ സ്വർഗത്തിൽ നമ്മുടെ ന്യായവിധി ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വലിയ സത്യം ജനത്തിന് അല്ലെങ്കിൽ അന്നത്തെ നവീകരണ കർത്താക്കൾക്ക് മനസ്സിലാകുകയും അതുകൊണ്ട് അതിനുവേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ ഒരുങ്ങി നിൽക്കുക എന്ന സുപ്രധാന സത്യത്തിലേക്ക് അവരെ നയിച്ചതായിട്ട് ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ ആഴ്ചയിൽ നാം പ്രത്യാശയുടെ പ്രചോദനമാണ് പഠിച്ചത് അല്ലേ. പ്രത്യാശയിൽ പ്രചോദനമുള്ളവരായി മാറുക അല്ലേ. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ളതാണ് നാം പ്രധാനമായി ഒരു കേന്ദ്ര വിഷയമായി പഠിച്ചത്. തിരുവെഴുത്തിലുടനീളം നാം പഠിക്കുമ്പോൾ യേശുവിൻ്റെ രണ്ടാം വരവാണ് ഇതിൽ ഏറ്റവും ഗൗരവമേറിയതും മഹത്വതുമായ ഏറ്റവും സുപ്രധാന സത്യം. അതുകൊണ്ട് ഈ വരവിനെ നോക്കി പാർക്കുവാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു അല്ലേ. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. ഈ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് ഓരോ ദൈവമക്കളും ഇന്ന് കാത്തിരിക്കുന്നു. ആ മടങ്ങി വരുവനായി നമ്മെ തന്നെ നമുക്ക് ഒരുങ്ങുവാനും സുബോധത്തോടെ അല്ലേ, നീതിയോടെ സൽപ്രവൃത്തികളോടെ നമുക്ക് ജീവിക്കുവാൻ, ഭക്തികെട്ട ജീവിതങ്ങളും പ്രപഞ്ചബോഹങ്ങളും ഒക്കെ വർജിച്ചിട്ട് നീതിയോടും സുബോധത്തോടും കൂടി ജീവിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിനെ നോക്കി പാർക്കുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ പാഠം ശ്രദ്ധിച്ചതായ എല്ലാ ദൈവമക്കളെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. ഈഡൻ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുക, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുക. ഈ പാഠങ്ങളൊക്കെയും അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ശ്യാം സ്കൂൾ പാഠം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗ്ഗീയ പിതാവേ, തിരുനാമത്തിനെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു പിതാവേ. നല്ല നല്ല പാഠങ്ങൾ പഠിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങളോട് കാണിച്ച കൃപകൾക്കായി സ്തോത്രം. ഈ ലോകത്തിൽ പോരാട്ടമുണ്ട് എന്നും ഈ പോരാട്ടമൊക്കെയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നടക്കുന്നുവെന്നും നന്മയും തിന്മയും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ഞങ്ങൾ ഓരോരുത്തരും അതിൽ പങ്കാളികളാണെന്നും ഞങ്ങളെ മനസ്സിലാക്കിയ കൃപകൾക്കായി സ്തോത്രം. കർത്താവ്, ഇന്നത്തെ പാഠത്തിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പഠിക്കുവാൻ ഞങ്ങളെ സഹായിച്ച കൃപകൾക്കായി സ്തോത്രം. അനേക പരിഷ്കർത്താക്കൾ, നവീകരണ പരിഷ്കർത്താക്കൾ സത്യത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും സുവിശേഷത്തെക്കുറിച്ച് താരതമ്യം ചെയ്ത് പഠിക്കുവാനൊക്കെയും ഭാഗ്യം നൽകിയ കൃപകൾക്കായി സ്തോത്രം. അവർ പഠിച്ച സത്യങ്ങൾ ഞങ്ങൾക്ക് അത് മാതൃകയായി തീരുവാനും മുതൽക്കൂട്ടായി തീരുവാൻ ഞങ്ങളെ സഹായിച്ച കൃപകൾക്കായി സ്തോത്രം. അതിനായി കർത്താവിൻ്റെ വരവ് ഏറ്റവും സമീപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിവസവും അതിനുവേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ അവിടുന്ന് ഉണർത്തിക്കുന്ന കൃപകൾക്കായി സ്തോത്രം പിതാവേ. ഞങ്ങൾ പഠിക്കുന്ന പാഠങ്ങളൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. ഇന്ന് പാഠം ശ്രദ്ധിച്ചതായ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോരുത്തരും അത് നല്ല ബുദ്ധിയോടുകൂടി ദാനിയേൽ ദർശനത്തെ ഗ്രഹിച്ചതുപോലെ നല്ല ബുദ്ധിയോടുകൂടി അത് ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പാഠം ശ്രദ്ധിച്ച മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ വേദനകളും ഭാരങ്ങളൊക്കെയും അറിയുന്ന ദൈവം അവർക്ക് ആവശ്യമെന്ന സമാധാനവും സന്തോഷവും നൽകണമേ. ഞങ്ങൾ പാഠങ്ങൾ പഠിക്കുന്നതൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. പ്രത്യേകിച്ച് ഈഡൻ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു പിതാവേ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇത് അനേകർക്ക് വെളിച്ചവും സാക്ഷ്യമായി തീരുവാൻ സഹായിക്കണം. ചോദിക്കുന്ന കുറവുകളാണെങ്കിലും അധികമായ നന്മകളാൽ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു, പ്രാർത്ഥന കേൾക്കണം. പരിശുദ്ധനായ നല്ല പിതാവേ, ആമേൻ.